ദയാദുർഗ. രചന നിമ സുരേഷ്. അവതരണം അപര. ദയക്കരികിലേക്ക് അടുക്കും തോറും വല്ലാത്തൊരു ദുർഗന്ധം തന്നെ പൊതിയുന്നതായി തോന്നി കൈലാസിന്. അതിനനുസൃതമായി അവൻ്റെ മുഖവും ചുളിഞ്ഞു. അടുത്തേക്ക് വരണ്ട, കയ്യിൽ ചാണകാണ്. കൈലാസിൻ്റെ ഭാവപകർച്ച മനസ്സിലാക്കിയെന്നോണം ദയ പറഞ്ഞു. അവൻ അവളുടെ വലത് കൈയിലേക്ക് നോക്കി. കൈത്തലം ചാണകത്തിൽ കുഴഞ്ഞിരിക്കുന്നു. വസ്ത്രത്തിലും അങ്ങിങ്ങായി അവ പറ്റിപ്പിടിച്ചിരിക്കുന്നു. ചെറിയ തരം ഈച്ചകൾ ദയയെയും കയ്യിലെ ബക്കറ്റിനെയും വലം വെച്ച് പറക്കുന്ന കാഴ്ച അവനിൽ അറപ്പുളവാക്കി. നെഞ്ചിൽ നിന്നെന്തോ തൊണ്ടക്കുഴിയോളം തികട്ടിയെത്തുന്ന പോലെ. ദയ അല്പനേരം കൈലാസിനെ നോക്കി നിന്നു. തൻ്റെ സാമീപ്യം അവന് അസ്വാസ്ഥ്യം സൃഷ്ടിക്കുന്നുണ്ടെന്ന് മനസ്സിലായപ്പോൾ ഒന്നും മിണ്ടാതെ തിരികെ വീട്ടിലേക്ക് നടന്നു. എന്താ രവിയേട്ടാ, എന്തെങ്കിലും സുഖല്യായമുണ്ടോ നിങ്ങൾക്ക്? മ്ലാനമായ മുഖത്തോടെ മുറിയിലെ ചാരുകസേരയിലേക്ക് ചാഞ്ഞിരിക്കുന്ന രവീന്ദ്രൻ അരികിൽ ചെന്ന് നിന്ന് സാവിത്രി നിറഞ്ഞ ആകുലതയോടെ ചോദിച്ചു. രവീന്ദ്രൻ മറുപടി പറയാൻ വിസമ്മതിച്ചപ്പോൾ സാവിത്രി വീണ്ടും തൻ്റെ ചോദ്യം ആവർത്തിച്ചു. അയാൾക്ക് ആവശ്യവും അതുതന്നെയായിരുന്നു. ദച്ചു, അവളെ ഞാൻ വിചാരിച്ച പോലല്ല സാവിത്രിയെ. എൻ്റെ സ്വന്തം മോളായിട്ടല്ലേ അവളെ ഞാൻ കാണുന്നത്. എന്നിട്ടും കള്ളനാട്ടിയന മിഴിക്കോണിലെ മിഴിനീർ കണങ്ങളെ ഒപ്പിയെടുത്ത് അയാൾ തേങ്ങി. എന്താ രവിയേട്ടാ, ആ ശ്രീകരൻ നിങ്ങൾ എന്തെങ്കിലും പറഞ്ഞോ? പറയാറില്ലേ ഞാൻ അവൾ കള്ളിയാണെന്ന്? അസത്ത്. സാവിത്രി മുരണ്ടു. ഒന്നുമില്ലടോ, നമുക്ക് സ്വാതിമോളുടെയും കണ്ണൻ്റെയും വിവാഹം വേഗം നടത്തണം. ഒപ്പം സിദ്ധാർത്ഥിൻ്റെയും ഗോപുവിൻ്റെയും കൂടെ ദയയുടെയും നടത്താം. രവിയേട്ടൻ എന്തായി പറയണേ? അവളുടെ വിവാഹം നമ്മുടെ ചെലവിൽ നടത്താനോ? വേണം. അവൾ എന്നെ എന്തൊക്കെ പറഞ്ഞാലും എങ്ങനെയൊക്കെ അപമാനിച്ചാലും എനിക്കവളെ തള്ളിക്കളയാൻ ഒക്കില്ല സാവിത്രിയെ. സ്വാതിയെയും അവളെയും ഞാൻ ഇതുവരെ വേറെയായി കണ്ടിട്ടില്ല. രവീന്ദ്രൻ നിരാശയോടെ തൻ്റെ കണം കൈ മിഴികൾക്ക് മീതെ വെച്ച് ദീർഘമായി നിശ്വസിച്ചു. വാക്കുകളിലും മൗനങ്ങളിലും ഒരു ചെറു നിശ്വാസത്തിൽ പോലും അയാൾ ദയയ്ക്കെതിരെയുള്ള തന്ത്രങ്ങൾ മെനയുകയായിരുന്നു. നിമിഷനേരം സാവിത്രി അയാളെ ഉറ്റുനോക്കി നിന്നു. തിരികെ നടക്കാൻ തുടങ്ങുമ്പോഴേക്കും രവീന്ദ്രൻ്റെ വാക്കുകൾ അവരെ പിടിച്ചു നിർത്തി. ആരൊക്കെ എന്നെ കുറ്റപ്പെടുത്തിയാലും നീയും നമ്മുടെ മക്കളും മാത്രം എന്നെ അവിശ്വസിക്കരുത് സാവിത്രി. അത് ചിലപ്പോൾ എനിക്ക് സഹിക്കാൻ കഴിഞ്ഞെന്ന് വരില്ല. രവീന്ദ്രൻ വീണ്ടും സങ്കടം അഭിനയിച്ചു. തൽഫലമായി സാവിത്രിക്ക് അയാളോട് വല്ലാത്ത അലിവ് തോന്നി. അയാളേക്കാൾ മികച്ചൊരു മനുഷ്യൻ ഈ ഭൂമിയിൽ ഉണ്ടാകില്ലെന്നവർ അടിയുറച്ച് വിശ്വസിച്ചു. എന്താ രവിയേട്ടാ ഇത്? ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഞാനും നമ്മുടെ മക്കളും നിങ്ങളെ തള്ളി പറയുമോ? ആ നാശത്തിനെ ഞാനൊന്ന് കാണട്ടെ. വെളച്ചിൽ കൂടുന്നുണ്ട് അവൾക്ക്. വാക്കുകൾ അവസാനിപ്പിച്ചവർ കലിതുള്ളി മുറിയിൽ നിന്നും തിരികെ ഇറങ്ങി. അടുത്ത നിമിഷം രവീന്ദ്രൻ്റെ ചുണ്ടുകൾ കുടിലതയോടെ വിരിഞ്ഞു. തൻ്റെ നിലനിൽപ്പിനായുള്ള ആദ്യ ശ്രമം വിജയിച്ചതിൻ്റെ ആഹ്ലാദം, സംതൃപ്തി. ദച്ചു, വാ. എങ്ങടാ? അണഞ്ഞു പോകുന്ന അടുപ്പിലെ തീ ഊതി കത്തിക്കുന്നതിനിടയിൽ ദയ പിന്തിരിഞ്ഞ് ഗോപികയെ നോക്കി ചോദിച്ച ശേഷം വീണ്ടും തൻ്റെ ജോലിയിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിച്ചു. ഇടയ്ക്ക് അവൾ പുകയേറ്റ് ചുമയ്ക്കും. എന്നിരുന്നാലും അതൊന്നും വകവയ്ക്കാതെ വീണ്ടും വീണ്ടും തൻ്റെ പ്രവൃത്തി തുടർന്നുകൊണ്ടേയിരുന്നു. ദച്ചു, ഇവിടെ ഗ്യാസ് അടുപ്പില്ലേ? അതുപയോഗിക്കാൻ വല്യമ്മ സമ്മതിക്കില്ല, വഴക്ക് കേൾക്കും. ദയ മുഖം കുനിച്ചു. ഗോപികയിൽ ദേഷ്യം നിറഞ്ഞു. അടുത്തു കണ്ടൊരു പാത്രം പച്ചവെള്ളം എടുത്തവൾ അടുപ്പിലേക്ക് ഒഴിച്ചു. അവളുടെ പ്രവൃത്തിയിൽ ദയ അന്തിച്ചു നിന്നു. മണിക്കൂറുകളായിട്ടുള്ള തൻ്റെ അധ്വാനത്തിലേക്കാണ് അവൾ തീർത്തും നിഷ്പ്രയാസമായി വെള്ളം കോരിയൊഴിച്ചത്. ദയയ്ക്ക് വിഷമം തോന്നി. ആരും തന്നെ മനസ്സിലാക്കുന്നില്ല. എന്തിനാണിത് ചെയ്തതെന്ന് അവൾക്ക് ഗോപികയോട് ചോദിക്കണമെന്നുണ്ടായിരുന്നു. പക്ഷേ ശബ്ദിച്ചില്ല. ഗോപികയുടെ കണ്ണുകൾ സ്റ്റൗവിലേക്ക് നീണ്ടു. സ്റ്റവിൻ്റെ 2 ബർണറും അഴിച്ച് തൻ്റെ ട്രാക്ക് സ്യൂട്ടിൻ്റെ പോക്കറ്റിലേക്കിട്ടവൾ ദയയെ കൽപ്പിച്ചൊന്ന് നോക്കി അകത്തേക്ക് കയറിപ്പോയി. അവൾക്ക് പിന്നാലെ ദയയും കൂടി. ഇടനാഴിയിലെ സോഫയിലിരുന്ന് TV കാണുകയായിരുന്നു സാവിത്രി. അവർക്ക് ഇരുവശത്തായി കൈകളിൽ മൊബൈലും പിടിച്ച് സിദ്ധാർത്ഥും സ്വാതിയും ഇരിപ്പുണ്ട്. വല്യമ്മേ. ഗോപികയുടെ ശബ്ദം കേട്ടപ്പോൾ 3 പേരുടെയും ശ്രദ്ധ അവൾക്ക് നേരെയായി. അവരുടെ കണ്ണിൽപ്പെടാതെ ദയ വാതിൽക്കലേക്ക് മറിഞ്ഞു. കൺമുന്നിൽ കണ്ടാൽ വാക്കുകളാൽ തനിക്ക് മീതെ പ്രഹരം തീർക്കുമെന്നുറപ്പാണ്. എന്താ മോളെ? സാവിത്രി വിനയപൂർവ്വം ചോദിച്ചു. ഞാനും ദച്ചുവും ഒരിടം വരെ പോകുക, വരാൻ വൈകും.
ഉച്ചത്തെ ഊണിനുള്ള അരി അവൾ ഇട്ടിട്ടുണ്ട്, ബാക്കിയൊന്ന് നോക്കിയേക്കണേ. അത്രമാത്രം പറഞ്ഞവൾ വാതിൽക്കൽ പതുങ്ങി നിൽക്കുന്ന ദയയെയും വലിച്ച് പുറത്തേക്ക് നടന്നു. ഗോപികെ, അടുപ്പിനെ എങ്ങനെ കത്തിക്കും? വിറകൊക്കെ നനഞ്ഞില്ലേ? നടക്കുന്നതിനിടയിൽ ദയ രണ്ടും കൽപ്പിച്ചു ചോദിച്ചു. അവൾക്ക് മനസ്സുറയ്ക്കുന്നുണ്ടായിരുന്നില്ല. എത്രയൊക്കെ തെറി കേട്ടാലും ആരെയും ഇതുവരെ പട്ടിണി കിട്ടിട്ടില്ല. കാരണം ഒരു നേരത്തെ അന്നത്തിൻ്റെ മൂല്യവും വിശപ്പിൻ്റെ വിലയും മറ്റാരേക്കാളും നന്നായി തനിക്കറിയാം. അതവർ നോക്കിക്കോളും. ഗോപിക അലക്ഷ്യമായി മറുപടി നൽകി. അല്ല, മുത്തശ്ശൻ 1 മണിയാകുമ്പോഴേക്കും ചോറ് മരുന്ന് കഴിക്കുന്നതാണ്. പതിവ് തെറ്റിയ സുഖമില്ലാണ്ടാവും. ദയ അല്പം ആവലാതിയോടെ പറഞ്ഞു. അത് അച്ഛൻ കൊടുത്തോളും, ഞാൻ പറഞ്ഞോളാം. എവിടെന്ന്? മറുപടിയായി ഗോപിക ദയയെ നോക്കിയൊന്ന് കണ്ണിറുക്കി തുറന്നു കിടക്കുന്ന ചായ്പിൻ്റെ വാതിൽ കടന്ന് അകത്തേക്ക് പ്രവേശിച്ചു. കൈവിരൽ കൊരുത്ത് അകത്തേക്ക് കയറാതെ മടിച്ചു നിൽക്കുന്ന ദയയെ രൂക്ഷമായി നോക്കി ഗോപിക. അകത്തേക്ക് കയറാൻ നിന്നെ ഇനി ഇവിടെ ആരെങ്കിലും പ്രത്യേകം ക്ഷണിക്കണോ? നോട്ടത്തിലെ മൂർച്ച വാക്കുകളിലേക്കും പടർന്നിരുന്നു. ദയ വിരണ്ടു. വേണ്ട. ഇടർച്ചയോടെ വാക്കുകൾ അവസാനിപ്പിച്ചവൾ വേഗം അകത്തേക്ക് കയറി. ഗോപികയ്ക്ക് അവളോട് അലിവ് തോന്നി. ഇത്രയും പാവം പിടിച്ചൊരു പെണ്ണ്, അവൾ ചിന്തിച്ചു. ചുണ്ടുകളിൽ അവളോടുള്ള സഹതാപം ചാലിച്ചൊരു പുഞ്ചിരി മിന്നി. ദയ അത് കണ്ടില്ല. കുറ്റം ചെയ്തവളെപ്പോലെ അവളുടെ ദൃഷ്ടി അപ്പോഴും തറയിൽ തങ്ങി നിന്നു. സ്ഥലം കൊള്ളാം ശേഖര, പക്ഷേ ഇവിടെ നമ്മളൊരു വില്ലാ പ്രൊജക്റ്റ് തുടങ്ങിയ നടപടിയാവോ? സിറ്റിയിൽ നിന്നും ഒരുപാട് ദൂരെയില്ല ഇങ്ങോട്ട്. മാത്രമല്ല, റോഡ് വെട്ടണമെങ്കിലും ബാക്കിയുള്ളവരുടെ സ്ഥലം കിട്ടണ്ടേ? നമ്മൾ ഭൂമിക്ക് പറയുന്ന തുക അവർക്കും അവർ പറയുന്നത് നമുക്കും അംഗീകരിക്കാൻ കഴിയണ്ടേ? ഓ, നിങ്ങൾക്ക് 24 മണിക്കൂർ ഇത് മാത്രമേ സംസാരിക്കാനുള്ളൂ? ഗോപിക ഇഷ്ടക്കേടോടെ ഉദയനരികിൽ ചെന്നിരുന്ന് അയാളുടെ നെഞ്ചിലേക്ക് തലചായ്ച്ചു. ശരി, നിർത്തി. ഗോപികയുടെ നെറുകിൽ അരുമയായി തലോടി ഉദയൻ അവളെ ചേർത്ത് പിടിച്ചു. ദയ നിന്ന നിൽപ്പിൽ നിന്നും ഒരടി പോലും അനങ്ങിയില്ല. മോളെന്താ അവിടെ നിൽക്കുന്നത്? വാ, ഇവിടെ വന്നിരിക്കെ. ശേഖരൻ ഒരു കൈ കസേരയിലേക്ക് ചൂണ്ടി ദയയോട് ഇരിക്കാനായി പറഞ്ഞു. അവൾ പരിഭ്രമത്തോടെ അത് നിരസിച്ചു. ഞാനിവിടെ നിന്നോളാം ശേഖരമാമേ. ഇതിനിടയിൽ ഗോപികയുടെ ശബ്ദം കേട്ട് അടുക്കളയിൽ നിന്നും ശരണും മഹാലക്ഷ്മിയും ഉമ്മറത്തേക്ക് എത്തിയിരുന്നു. മഹിയമ്മേ, ഇന്ന് ഞങ്ങൾക്ക് ഇവിടെ നിന്നാട്ടോ ചോറ്? എൻ്റെ കുട്ടിക്ക് ചോറ് തന്നില്ലെങ്കിൽ പിന്നെ ഞാൻ ആർക്കാ കൊടുക്കുക? അവർ വാത്സല്യത്തോടെ കൊഞ്ചലോടെ ഗോപികയോടായി ചോദിച്ചു. എൻ്റെ കുട്ടി. ദയയുടെ ഹൃദയം ആ വാക്കുകളിൽ തട്ടിത്തടഞ്ഞു നിന്നു. അവൾക്ക് ഗോപികയോട് അസൂയ തോന്നി. അവൾക്ക് ചുറ്റും നിന്ന് സ്നേഹിക്കാൻ എത്രയെത്ര പേർ, സ്നേഹത്തോടെ ചേർത്ത് നിർത്താൻ 2 അച്ഛന്മാർ, അമ്മയും ഏട്ടന്മാരും. തനിക്കോ ആരുമില്ല. സ്വന്തമെന്ന് പറയാനോ അവകാശങ്ങൾ ഉന്നയിക്കാനോ ചേർത്ത് നിർത്തി ചുംബിക്കാനോ ഒരു പുൽക്കൊടി പോലും ഇല്ലാത്ത പാഴ്ജന്മം. ഒരുപക്ഷേ കാതുങ്ങൾക്കപ്പുറം 2 നക്ഷത്രങ്ങളുണ്ടാകും. തന്നെ അനാഥത്വത്തിൻ്റെ പടുകുഴിയിലേക്ക് തള്ളിവിട്ട 2 ആത്മാക്കളുടെ അവശേഷിപ്പുകൾ. അതികഠിനമായ വേദനയിൽ ഉടലെടുത്തൊരു ഗദ്ഗതം അവളുടെ അന്നനാളത്തിൽ അങ്ങനെ വീർപ്പ് മുട്ടി നിന്നു. പെയ്യാൻ വെമ്പി നിന്ന കണ്ണുകളിൽ 2 തുള്ളി മിഴിനീർ കണങ്ങളും. ചുമലിലൂടെ ഒരു കൈത്തലം ഇഴയുന്നതറിഞ്ഞ് ദയ വെപ്രാളത്തോടെ മുഖമുയർത്തി എതിർവശത്തേക്ക് നോക്കി. അരികിൽ ശരൺ. എന്താടോ ഒരു വിഷമം? അയാൾ ആർദ്രമായി അത്രയേറെ കനിവോടെ ചോദിച്ചു. ഒരുപക്ഷെ അവൾക്കുള്ളം വേദനിക്കുന്നത് അയാൾ മനസ്സിലാക്കി കാണണം. മറുപടിയായി ദയ ഒന്നുമില്ലെന്ന അർത്ഥേന മിഴികൾ ചിമ്മി തുറന്നു.